വെറുതെ ശിവൻകുട്ടിയാണ് ആദ്യം ഐഡിയ കൊണ്ടുവന്ന വെറും പണ്ടത്തരങ്ങളാണ് പറയണം. ഈ അവാർഡ് കൊടുത്തിട്ട് അല്ല ഈ അവധി കൊടുത്തിട്ട് അവൻ ചിലപ്പോൾ രാത്രി സുഖമായി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ഈ പിള്ളേരാ. വേൾഡ് കപ്പ് ഫൈനല് 12:30 ഉണ്ടാവും. അപ്പൊ അതിനോട് പ്രമാണിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ മോശം കാര്യമാണ്. ഇയാൾ എല്ലാവർക്കും അവധി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മെൻസ്ട്രേഷൻ പീരിയഡ്സ് ആണ് പെണ്ണുങ്ങൾക്ക് അവധി കൊടുക്കുക. എല്ലാത്തിനും ഇങ്ങനെ പിള്ളേർക്കായിട്ട് പഠിക്കാനുള്ള സമയം എവിടെയാണ്? ക്ലാസ് എടുക്കണ്ടേ എല്ലാത്തിനും? ഇത് വെറുതെ ഈ വി ഡി സതീശൻ ചെയ്യുന്ന യൂത്ത് പിള്ളേരുടെ സപ്പോർട്ട്, ജെൻസി പിള്ളേരെ സപ്പോർട്ട് ഇടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇത് കൊണ്ടുവന്നത് ഏതാണ്? മോഡിഫിക്കേഷൻ, വണ്ടിയിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്ന പണ്ടൊരുപാട് ഇതെല്ലാം ജെൻസി പിള്ളേരെ സപ്പോർട്ട് ചെയ്യാനുള്ള പുള്ളിയെ പൂക്കി ചീഫ് മിനിസ്റ്ററൊക്കെയാണ് പറയണം. അപ്പോൾ ഇത് വെറുതെ ആളുകളെ സപ്പോർട്ട് ഇടാണ്ട് ചെയ്തതാണ്. അത് വളരെ അതൊരു ലോജിക്കില്ലാത്ത തീരുമാനമാണ്. അതേപോലെ ഇതാ ഇപ്പോൾ ഇലക്ട്രിസിറ്റി പവർ കട്ട് വരുന്നുണ്ട്. ആറാട്ടിൻ്റെ വീട്ടിൽ പവർ കട്ട് വീട്ടിലുണ്ട്. ആറാട്ടിൻ്റെ വീട്ടായി കൊണ്ട് പവർ കട്ട് പാടില്ലാന്നുണ്ടോ? പവർ കട്ട് ഉണ്ട്. അത് മാത്രമല്ല ഈ KSRTC സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇങ്ങനെ കുറേ മണ്ടത്തരം കാഞ്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ ആൾക്കാരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ഇതൊന്നും ശരിയായ തീരുമാനമല്ല. ഇപ്പോൾ എന്താണ് കോൺഗ്രസ് അതമ്പതിച്ചു 1.5 മാസം കൊണ്ട് അല്ലേ? അത് എപ്പോഴും ഭരണ പാർട്ടിയെ കുറിച്ച് ആൾക്കാർ നെഗറ്റീവേ പറയുള്ളൂ. ഭരണ പാർട്ടിയെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് കേൾക്കും. പണ്ട് പിണറായി വെച്ചപ്പോൾ പിണറായി കുറിച്ച് കുറ്റാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് തുടർഭരണം വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ ചില കാര്യം കുറച്ചുകൂടി ബെറ്ററാണെന്ന് തോന്നുന്നു. അയാൾ അധികം സംസാരിക്കില്ലെങ്കിലും ഇതിൻ്റെ മാൻ ഓഫ് ആക്ഷൻ ഇങ്ങനത്തെ പവർ കട്ടിങ് പോലെ അയാൾക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടായിരുന്നു. അത് ഇയാൾ ഇവിടെ ഇല്ല. ഈ പവർ കട്ട് സംഭവം പിണറായിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. 10 വർഷം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ വന്നതാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ തന്നെ ഉണ്ട്. അവധി കൊടുക്കാൻ പാടില്ലായിരുന്നു. അതാണ് അഭിപ്രായം. അവധി കൊടുക്കാൻ പാടില്ലായിരുന്നു. എന്തിനാ കൊടുക്കേണ്ട ആവശ്യം? അവധി കൊടുക്കേണ്ട ആവശ്യം എന്താണ്? കൊടുക്കണ്ട. അങ്ങനെ എല്ലാ മാച്ചിനും എന്തിനാ ഫൈനൽ മാത്രം കൊടുക്കണ്ട? എല്ലാ മാച്ചിനും കൊടുക്കേണ്ടി വരില്ലേ? അല്ല, ഇന്ത്യ വേൾഡ് കപ്പ് സമയത്ത് ഇന്ത്യ അവിടെ വേൾഡ് കപ്പ് ഇല്ല. ഇന്ത്യ വേൾഡ് കപ്പ് ഇല്ലല്ലോ. അല്ല, ക്രിക്കറ്റിൽ വേൾഡ് കപ്പ് സമയത്ത് കൊടുത്തിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനും അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പൊ മാത്രം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ ഇല്ല. ആ ഫൈനലിൽ ഇന്ത്യ ഇല്ല. പിന്നെ എന്താ കൊടുക്കണം? ഒരു യൂത്തന്മാരെ കയ്യിലെടുക്കുക. ഈ അവാർഡ് കൊടുത്തിട്ട് അല്ല ഈ അവധി കൊടുത്തിട്ട് അവൻ ചിലപ്പോൾ രാത്രി സുഖമായി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ഈ പിള്ളേരാ. ഈ അവധി കൊടുത്തിട്ട് ഈ അവധി കിട്ടിയ സുഖമായിട്ട് ബോളിൽ രാത്രി കിടന്ന് ഉറങ്ങും. എല്ലാവരും ഫുട്ബോൾ കാണില്ല. പണ്ട് ഫുട്ബോൾ കാണുന്നില്ല. ഈ രാത്രി 12 ആരും ഫുട്ബോൾ കാണുന്നില്ല. ഞാൻ തന്നെ കാണാൻ വേണ്ടി കുറച്ച് ഉറങ്ങിപ്പോവാണ്. അവനാണ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടോ അവധി കിട്ടിയെന്ന് പറഞ്ഞോ? അല്ലാതെ അവന് ഈ കളികൾ കണ്ടാവില്ലേ? വെറുതെ ശിവൻകുട്ടിയാണ് ആദ്യം ഐഡിയ കൊണ്ടുവന്ന വെറും പണ്ടത്തരങ്ങളാണ് പറയണം. ഇത്രയും പണ്ടത്തരം ഇങ്ങനത്തെ പണ്ടത്തരമൊന്നും പിണറായി വിജയൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പിണറായി കുറ്റപ്പണ്ടെങ്കിൽ വേറെ ഈസ് എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ, നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. ഇങ്ങനത്തെ പണ്ടത്തരം പവർ കട്ട് എന്തൊരു കഷ്ടമാണ്. ഈ മഴക്കാലത്താണ് പവർ കട്ട് നടക്കുന്നത്. എത്ര പിള്ളേർ പരീക്ഷയ്ക്ക് പഠിക്കില്ല, എന്തൊക്കെ നടക്കുന്നു? ഏതോ ഞാൻ പാലക്കാട് കുട്ടികളെ മരിച്ചു എന്ന് പറഞ്ഞു. എന്ത് കാരണം? എന്ത് പണ്ടത്തരം കാണിച്ചു കൊണ്ടുവന്നത്? മഴക്കാലത്ത് ഈ സമയത്താണോ പവർ കട്ട് കൊടുക്കുന്നത്?